നോക്ക് നോക്ക്. അയ്യോ ഗൈസ്, ചേട്ടാ ഫ്രണ്ട് വരാം, നിങ്ങളൊന്നും എത്താൻ പറ്റണില്ല. ഗൈസ് നമ്മളിപ്പോ എവിടെ പോണേന്ന് പറഞ്ഞുതരാം ഗൈസ്. നമുക്കൊരു ചേച്ചി ഉണ്ട് ഇവിടെ, ചായയൊക്കെ ചായക്കടയുള്ള ചേച്ചിയാണ് ഗൈസ്. ചായക്കടയൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ എന്നും ആ ചേച്ചിയുടെ കടയാണ് പോണത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇതാണ് ചേച്ചിയുടെ കട, കാണിച്ചു തരാം. കണ്ട, ഇതാണ് ഗൈസ് ചേച്ചിയുടെ കട. കട നിറച്ച് നമ്മുടെ മൈജി ടീം ഫുൾ ഇവിടെയാണ് ചായ കുടിക്കാൻ പറഞ്ഞത് ഗൈസ്. ഇതാണ് ഗ്രീനിഷ് ഷർട്ട്. കാണിച്ചു ചേച്ചി. അപ്പം ഗൈസ്, ഇനി ഞാൻ ഓൺ വോയിസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യപ്പറ്റി നമ്മൾ നുണ പറയുക, പ്രദൂഷണം പറയുക, ഇതൊക്കെയാണ് ഗൈസ്. എന്തായാലും വൈകിട്ടൊരു 6 മണി സമയമൊക്കെ ഇല്ല, അപ്പം നമുക്കതൊക്കെ ഒരു സ്വാഭാവികമായ കാര്യമാണ് ഗൈസ്. അങ്ങനെ ഞാനും ഇവള് രമ്യ, അത് ആകാശായിട്ട്, നമ്മൾ ഇത്രയും പേരല്ല കേട്ടോ, കുറേ പേരുണ്ട് ഫിനാൻസാരായിട്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ 3 പേരും കൂടിയാണ് വന്നേക്കണം. ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളെ ഈ ചേച്ചിയുടെ കടയെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ചേച്ചിക്ക് ആ മൈജിയിലുള്ള എല്ലാവരുടെ പേരും അറിയാം. മീൻസ് ആരുടെ പേര് ചേച്ചി കറക്റ്റായിട്ട് പറയും ഗൈസ്. കാരണം അത്രയ്ക്ക് കമ്പനിയാണ് നമ്മൾ ആ ചേച്ചിയായിട്ട്. ആ ചേച്ചിയുടെ കടയുടെ ഓപ്പോസിറ്റ് വേറൊരു ചേച്ചിയുടെ കടയുണ്ട്, പക്ഷേ അവിടെ ആരും പോകാറില്ല ഗൈസ്. ഞാൻ വന്നിട്ട് 2 മാസം കഴിഞ്ഞു. വന്ന സമയത്ത് ഞാൻ ഇവിടെ തന്നെ കേട്ടോ വന്നു. ചേട്ടന്മാരുടെ ഇവിടെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഗൈസ് ഭയങ്കര ഫണ്ണി വൈബ് കാര്യങ്ങളൊക്കെ. ചിന്ന കട നിറച്ചും പലഹാരമാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ മിച്ചറായിട്ട് കഴിക്കുന്നില്ലേ, ഇന്ന് രാവിലെ ഞാൻ ഒരു ലൈമും പിന്നെ ഈ ഡേറ്റ്സൊക്കെ പറഞ്ഞാണ് ഞാൻ എടുത്ത് കഴിച്ചത്. ഭയങ്കര ടൈറ്റ് എന്നൊക്കെ പറഞ്ഞു. വൈകിട്ട് വന്നപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞ് കഴിച്ചില്ല. മിച്ചറും കട്ടനും പിന്നെന്താണ് മുട്ട ബജിയും ലേസും ഒക്കെയാണ് ഗൈസ് കഴിച്ചത്. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഗൈസ് ഭയങ്കര ഫണ്ണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും ഈ ഫിനാൻസ് ജോബ് എന്ന് പറയണത് ഭയങ്കര പ്രഷറും ഉള്ള കാര്യങ്ങളൊക്കെയാണ്. സെൽഫ് പ്രഷറൊക്കെ ഉള്ള കാര്യമാണ് ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് ഗൈസ് ഇതുണ്ടല്ലോ, ഇതിൻ്റെ അവിടുത്തെ കൊച്ചു എന്നെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. സോ അവനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച ഗൈസ്. അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രഷർ എന്ന് പറയുമ്പോൾ ഗൈസ് അമ്മാതിരി പ്രഷറാണ്. പക്ഷേ എന്താ പറയാനാണ്, അപ്പോൾ അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വൈകിട്ടൊക്കെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങുന്നല്ല ഭയങ്കര ചിരിച്ച് കളിച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ ഈ സംസാരം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഈ ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫിനാൻസിലുള്ള ഇപ്പം ഓരോ ഫിനാൻസിലും ഇപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ വരാനൊന്നും പറ്റില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ട്രിപ്പൊക്കെ പോകാമെന്നൊരു ഇടയ്ക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളവിടെ നിന്ന് പതുക്കെ കഴിച്ചിട്ട് നൈസിൽ അവിടെ നിന്ന് പോയി ഗൈസ്. നേരത്തെ കയറിയില്ലെങ്കിൽ അടിച്ച് പുറത്താക്കും. സോ guys, bye bye, see you.